Hello, so we will discuss Python basics. So Python is one of the most popular programming language in the world, created in early 1990s. It is object-oriented, case-sensitive and high-level programming language. In its features, it has a simple, easy-to-learn syntax which is similar to English language. പിന്നെ പൈത്തണിൽ ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷൻസ് ഓൾമോസ്റ്റ് എല്ലാ കമ്പ്യൂട്ടേഴ്സിലും അതായത് എല്ലാ പ്ലാറ്റ്ഫോംസിലും ഇൻക്ലൂഡിംഗ് ദോസ് റണ്ണിങ് ഓൺ വിൻഡോസ് മാക് OS ആൻഡ് പോപ്പുലർ ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ലൈനറ്റ്സ് ഇവയിലൊക്കെ റൺ ചെയ്യാൻ സാധിക്കും. ഇനി വേരിയബിൾസ് ആൻഡ് ഡേറ്റ ടൈപ്സ്. വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ആൻഡ് ഇറ്റ് ഹോൾഡ്സ് ഡേറ്റ ഇൻ ദ മെമ്മറി. അതുപോലെ തന്നെ വേരിയബിൾസ് ഓൾസോ ഹാവ് ടൈപ്സ്. ഓരോ വേരിയബിൾസിനും ഓരോ ഡേറ്റ ടൈപ്പ് ഉണ്ട്. ഇത് എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റ ആണ് സ്റ്റോർ ചെയ്യാമെന്ന് സ്പെസിഫൈ ചെയ്യും, സച്ച് ആസ് ഇൻറ്റിജർ, സ്ട്രിങ് ഓർ എ ബുലിയൻ. ഇനി ഒരു സെൻറ്റൻസ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രിൻറ്റ്. പ്രിൻ്റ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. സോ പ്രിൻറ്റ് ഓപ്പൺ ദ പാരന്തസിസ് കോട്ട്സിനകത്ത് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ട സെൻറ്റൻസ്. ഇവിടെ ഇപ്പോൾ ഹലോ വേൾഡ് ആണ് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത്. സോ പാരന്തസിസ് ഓപ്പൺ ചെയ്യുക, കോട്ട്സിനകത്ത് ഹലോ വേൾഡ്, എന്നിട്ട് പാരന്തസിസ് ക്ലോസ് ചെയ്യുക. ഇനി ഒരു വേരിയബിളിൻ്റെ വാല്യൂ ആണ് പ്രിൻ്റ് ചെയ്യേണ്ടതെങ്കിൽ വേരിയബിളിൻ്റെ വാല്യൂ അസൈൻ ചെയ്യുക, ദെൻ പ്രിൻ്റ് വേരിയബിൾ. ഇവിടെ നമുക്ക് നെയിം ആൻഡ് ഏജ് ആണ് രണ്ട് വേരിയബിൾസ്. നെയിം എന്ന വേരിയബിളിൻ്റെ വാല്യൂ ആണ് ദിവ്യ, വിച്ച് ഇസ് എ സ്ട്രിങ് ഡേറ്റ ടൈപ്പ്, ആൻഡ് ഏജ് എന്ന വേരിയബിളിൻ്റെ വാല്യൂ ആണ് 25, വിച്ച് ഇസ് എ ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ്. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈത്തൺ ഇസ് എ ഡൈനാമിക്കലി ടൈപ്ഡ് ലാംഗ്വേജ്. സോ നമുക്ക് വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി പൈത്തൺ ഓപ്പറേറ്റേഴ്സ്. വേരിയബിൾസിലും വാല്യൂസിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾസിനെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഓപ്പറേറ്റേഴ്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്: അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്, കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഇനി ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. സോ പൈത്തണിൽ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് ഡിസിഷൻ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് ബ്ലോക്ക് ഉള്ള കോഡ് റൺ ചെയ്യും, ഫാൾസ് ആണെങ്കിലോ എൽസ് ബ്ലോക്ക് റൺ ചെയ്യും. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏജ് എന്ന വാരിയബിളിൻ്റെ വാല്യൂ 20 ആണ് കൊടുത്തിരിക്കുന്നത്. സോ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് ഏജ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, അതായത് നമ്മുടെ വാല്യൂ 18നേക്കാൾ വലുതായതിനാൽ കണ്ടീഷൻ ട്രൂ ആണ്. സോ അതുകൊണ്ട് നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? അഡൾട്ട് ആയിരിക്കും. ഇപ്പോൾ സപ്പോസ് ഏജ് ഇസ് ഈക്വൽ ടു 15 ആണെങ്കിലോ നമ്മുടെ കണ്ടീഷൻ ഫാൾസ് ആയേനെ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കോഡ് എൽസ് ബ്ലോക്ക് ആയിരിക്കും റൺ ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ 10 ആയിരിക്കും വരിക. ഓക്കെ, സോ ഒരു സമ്മറി പറയുകയാണെങ്കിൽ ഫിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ടീഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നോക്കി പ്രോഗ്രാമിന് ഒരു ഡെസിഷൻ എടുക്കാൻ സഹായിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇനി അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ കർലി ബ്രേസസ്, യൂസ് ഓഫ് കോളൻ ആൻഡ് പ്രോപ്പർ ഇൻഡൻറ്റേഷൻ. പൈത്തണിൽ ഒരു ഇൻഡൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇനി പൈത്തണിൽ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു സീക്വൻസിലെ എല്ലാ എലിമെൻസിനെയും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സപ്പോസ് ഒരു ലിസ്റ്റ്, ട്യൂപ്പിൾ, സെറ്റ്, ഡിക്ഷണറി അല്ലെങ്കിൽ സ്ട്രിങ്, ഇവയെല്ലാം ഒരു സീക്വൻസ് ആണ്. ഓക്കെ, സോ ഫോർ ലൂപ്പ് ഉപയോഗിച്ചാൽ അവയിലെ ഓരോ എലിമെൻസിനെയും നമുക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്രൂട്ട്സ് എന്ന ലിസ്റ്റിലെ ഓരോ എലിമെൻസിനെയാണ് ആക്സസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ലിസ്റ്റാണ്, അതിലെ എലിമെൻസ് ആണ് ആപ്പിൾ, ബനാന ആൻഡ് ചെറി. സോ ഫോർ ലൂപ്പിൽ ഫ്രൂട്ട് ആൻഡ് ഫ്രൂട്ട്സ് പ്രിൻറ്റ് ഫ്രൂട്ട്. അപ്പോൾ ഓരോ ഐട്രേഷനിലാണ് ഓരോ എലിമെൻസും പ്രിൻ്റ് ആവുന്നത്. ഇനി വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം റിപ്പീറ്റ് ചെയ്ത കോഡ് റൺ ചെയ്യും. സോ അതായത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നിടത്തോളം ആ ലൂപ്പ് റൺ ചെയ്യും. കണ്ടീഷൻ ഫാൾസ് ആവുമ്പോഴാണ് ആ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ i is equal to 1 തൊട്ട് 3 വരെ കണ്ടീഷൻ ട്രൂ ആണ്. സോ അതുകൊണ്ട് ലൂപ്പ് റൺ ചെയ്യും. കണ്ടീഷൻ ഫാൾസ് എന്ന് പറയുമ്പോൾ i is equal to 4 ആവുമ്പോൾ കണ്ടീഷൻ ഫാൾസ് ആണ്. സോ അതുകൊണ്ട് ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യും. സോ വേറൊരു കാര്യം ഇവിടെ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻ ഒരിക്കലും ഫാൾസ് ആവാണ്ട് പോകാൻ പാടില്ല, അല്ലെങ്കിൽ ലൂപ്പ് ഇൻഫിനിറ്റ് ലൂപ്പ് ആവും. എന്ന് വെച്ചാൽ ഈ ലൂപ്പ് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി യൂസറിൻ്റെ നിന്ന് ഇൻപുട്ട് വാങ്ങി പ്രിൻറ്റ് ചെയ്യാനാണെങ്കിൽ ഇൻപുട്ട് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസറിൻ്റെ നിന്ന് ഇൻപുട്ട് കളക്ട് ചെയ്യുക. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സിനും വൈനും യൂസറിൻ്റെ നിന്നാണ് ഇൻപുട്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് എച്ച് ഇസ് ഈക്വൽ ടു 2 നമ്മൾ കൊടുത്തു, വൈ ഇസ് ഈക്വൽ ടു 4 കൊടുത്തു. പിന്നെ നമ്മൾ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാണ് x പ്ലസ് വൈ. ഓക്കെ, ദെൻ പ്രിൻറ്റ് സം.